അപ്പൊ നമുക്ക് ഇന്നൊരു പനീർ ബട്ടർ മസാല ചെയ്ത് നോക്കാം. പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ് കൂടെ ആഡ് ചെയ്തിട്ട് കൂടെ വെളുത്തുള്ളിയും സവാളയും തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കതൊന്ന് അടച്ചു വെച്ചിട്ട് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ ദാ ഈ ഒരു പരുവായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ കൂടെ ആഡ് ചെയ്തിട്ട് കൂടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത് വലിയവർക്കും കുട്ടികൾക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഐറ്റം. എന്നിട്ട് നമുക്ക് ആ അരപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം. അങ്ങനെ ഈ ഒരു പരുവായിട്ട് വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളവും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ പനീർ ആഡ് ചെയ്യാം. പനീർ ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് ഒരു തള വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് കസൂരി മേത്തി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഐറ്റം റെഡിയായി. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.